എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ കുറച്ച് നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ ഉള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് ഇവിടെ ചെന്നൈയിൽ നന്നായിട്ട് മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ തുണികളൊക്കെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്തായാലും നമ്മുടെ ഹാളിലൊന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. നമുക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും തന്നെ ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് ഓർത്തു. ഉച്ചയല്ല, ഒരു 10-11 മണി ആയപ്പോഴത്തേനും തന്നെ. ശരിക്കും ഞാൻ അതിന് തലേ ദിവസം മുന്നേ തന്നെ കുറേയൊക്കെ പാക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ വീണ്ടും ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്തിട്ട് ഒന്നേന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയും ബാഗുകളാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് പുറത്തിടാനുള്ള ഡ്രസ്സും അതുപോലെ തന്നെ വീട്ടിലിടാനുള്ള ഡ്രസ്സാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എവിടെ പോയാലും എനിക്ക് പാകാവുന്ന ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ മാക്സിമം വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഒന്നും ഇത്തവണ യാത്രയൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. എന്നാലും പുറത്തിടാൻ വേണ്ടിയിട്ട് ഒരു 3-4 പെയർ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാക്കിംഗ് ഒക്കെ എന്ന് പറയുന്നത് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചെയ്ത് കേട്ടോ. കാരണം ഞാനിങ്ങനെ നമ്മുടെ മൊബൈലിനകത്ത് ഇങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടേക്കും. എവിടെയെങ്കിലും യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനൊന്ന് നോട്ട്സ് ആക്കിയിട്ട് ഒരു 1 വീക്ക് മുന്നേ തന്നെ ഇട്ടേക്കും. എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നതിനനുസരിച്ച് ക്രോസ് ചെക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1-2 തവണ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ എല്ലാം ഒരു ബാഗിലേക്ക് ആക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മേക്കപ്പ് ഐറ്റംസും ആമിയുടെ കുറച്ച് വളയും കമ്മലും മാല അതൊക്കെ ഒന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു ചെറിയൊരു പൗച്ചിലാണ് ഞാൻ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഈ ഒരു പൗച്ചിലേക്ക് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ കൂടുതൽ തന്നെ കൊള്ളും. ഈ ഫ്ലവേഴ്സിൻ്റെ ഈ പ്രിൻ്റ് വരുന്ന ഈ ബാഗ് ഞാൻ മുന്നേ നമ്മുടെ ഊട്ടിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അധികം അങ്ങനെ വെയിറ്റൊന്നും കൊള്ളത്തില്ല. പിന്നെ ആമിയുടെ ഡ്രസ്സസൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും വെക്കുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ലാപ്ടോപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ബാക്ക് പാക്ക് വെച്ചേക്കുന്നത്. ഞാൻ എവിടെ പോയാലും ഒത്തിരി ദിവസത്തേക്കുള്ള യാത്രയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇതുപോലെ സ്റ്റൗ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടേ പോകാറുള്ളൂ. വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നൈറ്റ് എന്തായാലും സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. സ്റ്റൗവും കൂടി കൈയോടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സ്റ്റൗവിൽ ഇനിയിപ്പോൾ അധികം പരിപാടികളൊന്നും ഇല്ല. ഞാൻ രാവിലത്തെ ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. നമുക്കിന്ന് വൈകുന്നേരം 7:45 ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നൊരു 5 മണിക്കൊക്കെ പോയാൽ മതി. പിന്നെ നമുക്കിനി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങനെ അടുപ്പൊന്നും കേടാവത്തില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിം ജെല്ല് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴുകി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേനും നമുക്കൊന്ന് ഈസി ആയിരിക്കും. മാത്രമല്ല നമ്മൾ മെയിനായിട്ട് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കിച്ചണിൽ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ഞാനിപ്പോൾ ഒരാഴ്ച നാട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടേക്കുകയാണെങ്കിൽ ഒന്ന് ഈസി ആയിരിക്കുമല്ലോ തിരികെ വരുമ്പോൾ. അതുകൊണ്ടാണ് സ്റ്റൗ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. ഫ്രിഡ്ജിൻ്റെ പുറകിലിരിക്കുന്ന വാട്ടറൊക്കെ എടുത്തൊന്ന് കളഞ്ഞു. അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അധികം ലോഡൊന്നും വെക്കാതെയാണ് പോകുന്നത്. ഞാനിതൊക്കെ ഇനി എടുത്ത് മാറ്റും. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടിട്ടേ പോകാറുള്ളൂ. വെജിറ്റബിൾസൊക്കെ മാക്സിമം ഞാനിങ്ങനെ ഇതിലേക്ക് വെക്കാതെയാണ് പോകാറുള്ളത്. മാക്സിമം എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രിഡ്ജിൽ ബാക്കിൽ ഇങ്ങനെ വെള്ളം വരുന്നത് കൊണ്ട് ഓഫ് ചെയ്തിട്ടിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ പഴയ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. ഓഫ് ചെയ്തിട്ടിട്ട് പോയാലും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത്തവണ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെജിറ്റബിൾസ് അതിലിട്ടിട്ടാണ് പോകുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു. പിന്നെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ വേസ്റ്റും ഒന്ന് കെട്ടി ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്മുടെ ഈ സ്ട്രീറ്റിൻ്റെ ലാസ്റ്റ് പോർഷനിൽ തന്നെ അവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഹസ്ബൻഡ് അത് കൊണ്ടുപോയി കളയും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമുക്ക് നൈറ്റ് കൊണ്ടുപോകാനുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 5-6 ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആമിയും ഞാനും ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞു. നമുക്ക് 5 മണിക്കാണ് ക്യാബ് വരുന്നത്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചൊന്ന് ഈസി ആയിരിക്കുമല്ലോ. സാധാരണ ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ എന്തായാലും സമയം
ഒത്തിരി ഉള്ളതുകൊണ്ട് 7:45 ട്രെയിൻ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ പാക്ക് ചെയ്ത് ഇതിനിടയിൽ നമ്മുടെ ക്യാബൊക്കെ വന്നു, കാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെന്നൈ സെൻട്രൽ എത്തുമ്പോഴത്തേനും ഒരു 6:30 ആവും. എന്നാലും നമുക്ക് ഇനിയും ഒരുപാട് ടൈമുണ്ട്. 7:45 ട്രെയിൻ. അപ്പോൾ അതുവരേക്കും നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഞങ്ങൾ എന്തായാലും ടൈം ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തു. പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് ശരിക്കും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. RAC ആയിരുന്നു ടിക്കറ്റ്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ മെയ് മാസം വെക്കേഷൻ സമയത്ത് എപ്പോൾ പോയാലും നല്ല തിരക്കായിരിക്കും ചെന്നൈയിൽ നിന്നും. കാരണം ഈ മെയ് മാസം മാത്രമാണല്ലോ ഇവിടെ വെക്കേഷൻ സ്കൂൾ കുട്ടികൾക്ക്. അതുകൊണ്ട് മെയ് മാസം നമ്മൾ എപ്പോൾ ടിക്കറ്റ് എടുത്താലും നല്ല തിരക്കാണ്. ഞങ്ങൾ ലാസ്റ്റ് നിമിഷമായിരുന്നു ടിക്കറ്റ് എടുത്തതും, അതുകൊണ്ട് തന്നെ നന്നായിട്ട് റഷായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ട്രെയിനിൽ കയറാനായിട്ട് ഇനിയും ഒരുപാട് സമയം ബാക്കിയുള്ളതുകൊണ്ട് പുറത്തിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലഗേജൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ വാട്ടർ ബോട്ടിൽ ഞങ്ങളിങ്ങനെ അവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. മുന്നേക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയപ്പോഴത്തേനും ഇതുപോലെ ഒരു ഫ്ലാസ്ക് മാത്രമാണ് കൊണ്ടുപോയത്. ഫ്ലാസ്കിൽ ചൂടുവെള്ളം നിറച്ച് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ട്രെയിനിലേക്ക് കയറി. അപ്പോൾ കണ്ടോ, RAC സീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരും കൂടി ഒരു സീറ്റാണ് ഷെയർ ചെയ്തത്. സൈഡിൽ വരുന്ന സീറ്റാണ്. അപ്പോൾ നൈറ്റ് ആയപ്പോഴത്തേനും TTRനോട് പറഞ്ഞപ്പോഴത്തേനും ഒരു സീറ്റ് ഒഴിവുണ്ടായപ്പോൾ ഹസ്ബൻഡിന് കിടക്കാനായിട്ട് വേറൊരു സീറ്റ് കിട്ടി. പിന്നെ ഞാനും ആമിയും കൂടി ഇവിടെ കിടന്നു. പിന്നെ എന്നാലും എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം ആമിയും ഞാനും കൂടി ഒരു സീറ്റിൽ കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആമിക്ക് ഇതുപോലെ ട്രെയിനിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കളർ ബുക്സൊക്കെ മേടിച്ച് വെച്ചേക്കാറുണ്ട്. കാരണം അവൾക്കിങ്ങനെ ഒരുപാട് നേരം ഇരിക്കുമ്പോഴത്തേനും ബോറടിക്കുമല്ലോ. പിന്നെ മാത്രമല്ല ഒത്തിരി അങ്ങോട്ട് ഫോണും കാണിച്ചു കൊടുക്കത്തില്ല. പിന്നെ എന്നും കരുതി ഒരുപാട് ഫോൺ കാണാതെയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. കാരണം നമ്മൾ കുറേ നേരം കുട്ടികൾക്ക് ബോറടിക്കുമ്പോഴത്തേനും കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ കളറൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് നേരം സംസാരിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് തന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും സ്നാക്സ് ഒന്നും കൊണ്ടുപോകാതെയാണ് പോയത്. പിന്നെ അങ്ങനെ ട്രെയിനിലെ യാത്രയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ 7:45 ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ രാവിലെ 11 മണിയാകുമ്പോഴത്തേനും നമ്മുടെ കേരളത്തിലെത്തും. അപ്പോൾ ഒരു വർഷത്തിന് ഇപ്പുറമാണ് ഞങ്ങൾ വരുന്നത്. ഒരു വർഷം മുന്നേ ആയിരുന്നു ഞങ്ങൾ ലാസ്റ്റ് നാട്ടിൽ പോയത്. കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നത്. ആമിയുടെ വെക്കേഷൻ സമയത്താണ് പോയത്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും കോട്ടയൊക്കെ എത്തിയപ്പോഴത്തേനും ഞങ്ങൾ ഇതുപോലെ അപ്പവും മുട്ടക്കറിയും മേടിച്ചു. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഹസ്ബൻഡൊക്കെ കുഞ്ഞായിരുന്നപ്പോഴും ഇതുപോലെ നാട്ടിൽ പോകുമ്പോഴത്തേനും ഹസ്ബൻഡിൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ കോട്ടയത്ത് എത്തുമ്പോഴത്തേനും അപ്പവും മുട്ടക്കറിയും മേടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളും അത് തന്നെയാണ് കഴിക്കാറുള്ളത് ഇപ്പോഴും. അങ്ങനെ കോട്ടയത്ത് നിന്ന് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം മൺട്രോ തുരുത്തൊക്കെ എത്തിയപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നാട്ടിലെ ഇതൊക്കെ കണ്ടപ്പോഴത്തേനും വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എടുത്തതാണ്. നല്ല ക്ലൈമറ്റായിരുന്നു. നമ്മുടെ ചെന്നൈയിലെ പോലത്തെ ക്ലൈമറ്റ് അല്ലല്ലോ നാട്ടിൽ. പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ അന്ന് നല്ല മഴയായിരുന്നു. നന്നായിട്ട് മഴയും പെയ്തു. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു കുടയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എൻ്റെ അച്ഛൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛന് ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ KSRTC ബസ്സിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബസ്സിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. 11:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. 11:30 തന്നെയാണ് ട്രെയിന് എത്തേണ്ടത്. കറക്റ്റ് ടൈമിന് തന്നെയാണ് എത്തിയത്. അങ്ങനെ ട്രിവാൻഡ്രം സെൻട്രലിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി. അങ്ങനെ അവിടുന്ന് നമ്മൾ ശരിക്കും രാവിലെ ഹസ്ബൻഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അപ്പവും മുട്ടക്കറിയും കഴിച്ചു. പിന്നെ ഹസ്ബൻഡിന് വിശക്കുന്നതുകൊണ്ടും പിന്നെ എന്തായാലും നമ്മൾ ഇനിയും ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പോകണം. അപ്പോൾ വിശപ്പായതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ചപ്പാത്തിയും ബീഫും കഴിച്ചു. പിന്നെ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേനും സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതുപോലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഞാൻ കടയുടെ പേര് ഓർക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ചപ്പാത്തിയും ബീഫ് കറിയാണ് കഴിക്കുന്നത്. ഹസ്ബൻഡിന് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പൊറോട്ടയും ബീഫ് കറിയും ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അതും കൂടി മേടിച്ചു. അത് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ബസ്സിലേക്ക് കയറിയത്. അപ്പോൾ ബസ്സിൽ പോകുമ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മഴ കണ്ടതിൻ്റെ ഒരു വെപ്രാളത്തിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ബസ്സിലെ ഷട്ടറൊക്കെ തുറന്നാണ് ഇട്ടിരുന്നത്. പക്ഷേ അടുത്തിരുന്ന യാത്രക്കാർക്കൊക്കെ അത് ഭയങ്കര ശല്യമായി. പിന്നെ ലാസ്റ്റ് ഷട്ടറൊക്കെ അടപ്പിച്ചു ഞങ്ങളെ കൊണ്ട്. അങ്ങനെ ഞങ്ങൾ 1.5 മണിക്കൂറായപ്പോഴത്തേനും എൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേനും 1 മണിയോളം ആയി.
അപ്പോൾ വന്നപ്പോഴത്തേനും ഭയങ്കര മഴയാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ വീട് ഇതാണ്. അപ്പോൾ എൻ്റെ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. മഴയൊക്കെ പെയ്യുമ്പോഴത്തേനുള്ളൊരു വൈബെന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലൊരു ഗ്രാമപ്രദേശത്തിലുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇത്രയും പ്രകൃതി ഭംഗിയും സൗന്ദര്യമൊക്കെ ഉള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ ചെന്നൈയിലേക്ക് താമസിക്കാനായിട്ട് പോയത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസവും ക്ലൈമറ്റിലുള്ള വ്യത്യാസമൊക്കെ എനിക്ക് ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും അമ്മ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് പിന്നെ ഭയങ്കര മടിയായിരിക്കും. പിന്നെ ഭക്ഷണമൊക്കെ നമ്മൾ കുറച്ചധികം തന്നെ കഴിക്കുകയല്ലേ. അമ്മയുടെ സ്നേഹം കൂടി ചേരുമ്പോഴത്തേനും ഭക്ഷണത്തിൻ്റെ അളവൊന്നും നമ്മൾ നോക്കത്തില്ല. അപ്പോൾ ഞങ്ങൾക്കിന്ന് ചക്കപ്പുഴുക്കും ബീഫ് കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് സ്പെഷ്യലായിട്ട്. അപ്പോൾ ആമിക്ക് അമ്മ തന്നെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. വീട്ടിലാണെങ്കിൽ അവൾ സ്വന്തമായിട്ട് കഴിക്കും. പിന്നെ അവളുടെ അമ്മാമ്മയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മാമ്മ തന്നെ എടുത്ത് കൊടുക്കണം. അങ്ങനെ അവൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അമ്മ കൊണ്ടുവന്ന് കുറച്ച് ചക്ക ചിപ്സ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നു. അതൊക്കെ കുറച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഞാനൊന്ന് മുറ്റത്തോട്ടേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഒരാഴ്ചയോളം ഇങ്ങനെ നിന്നത് കൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ എൻ്റെ വീട്ടിലെ കൂടുതൽ വിശേഷങ്ങളും ഞങ്ങൾ എവിടെയൊക്കെയാണ് പോയി എന്നുള്ളതൊക്കെ ഞാൻ വരുന്ന വ്ളോഗ്സിൽ ഷെയർ ചെയ്യാം. ഇനിയുള്ള വ്ളോഗ്സ് എല്ലാം നമ്മുടെ നാട്ടിലെ വ്ളോഗ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ചേഞ്ചായിട്ട് തോന്നി. കുറേ നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് വന്നപ്പോഴത്തേനാണ് ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കാരണം ചെന്നൈയിലെ ഈ ഒരു ചൂട് ക്ലൈമറ്റിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് തണുപ്പിലേക്ക് പോയപ്പോഴത്തേനും നല്ലോണം ഒരു ആശ്വാസം തോന്നി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നാട്ടിലെ വ്ളോഗ്സായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.